ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കേരളത്തിലെ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം, അതായത് 2026 ജനുവരി മുതലുള്ള മാസങ്ങളിലെടുത്താൽ ഏതാണ്ട് 14% ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽ കേരളത്തിൽ കൂടിയിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറാൻ സർക്കാരുകൾ തന്നെയാണ് ഉപദേശിക്കാറുള്ളത്. ശരിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല പ്രശ്നങ്ങൾ അഡീഷണലായി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് അഡീഷണലായി പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ പറയുമ്പോൾ നമ്മൾ സോളാർ എനർജിയിലേക്ക് മാറുന്നുണ്ട്. പല വീടുകളും കേരളത്തിൽ സോളാർ എനർജിയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോറേജ് സിസ്റ്റം ഇല്ല എന്നുള്ളത് എല്ലായിടത്തെയും പ്രശ്നമാണ്. ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, എല്ലായിടത്തെയും പ്രശ്നമാണ്. പക്ഷേ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു 2016 മുൻപ്. 2015-16 വർഷം കേരളത്തിൽ 3700 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗമുണ്ടായിരുന്ന സമയത്ത് കേരളത്തിൽ ഒരു ദിവസം 1 മണിക്കൂറായിരുന്നു പവർ കട്ട്. രാത്രി അരമണിക്കൂറും പകൽ സമയങ്ങളിൽ അരമണിക്കൂറും. വ്യവസായ സ്ഥാപനങ്ങളിലാണെങ്കിൽ അത് 1000 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചാൽ ഈ മാസം 1000 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചാൽ അടുത്ത മാസം 750 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റൂ. അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതൽ പണം നൽകണം. അങ്ങനെ 25% വൈദ്യുതിക്ക് യൂണിറ്റിന് വ്യവസായ സ്ഥാപനങ്ങളിൽ അന്ന് പവർ കട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു, പവർ കട്ടുമുണ്ടായിരുന്നു. 2015-16 വർഷം അന്ന് എന്തായിരുന്നു കേരളത്തിൻ്റെ പ്രശ്നം? കേരളത്തിൽ വൈദ്യുതി എത്താനുള്ള വഴിയില്ലായിരുന്നു. ഇന്ന് കേരളത്തിൽ വൈദ്യുതി എത്താനുള്ള വഴിയുണ്ട്. കേരളത്തിൽ നിന്ന് മലബാർ മേഖലയിലേക്കായാലും തെക്കൻ ഭാഗത്തായാലും മധ്യ കേരളത്തിലായാലും വൈദ്യുതി എത്തിക്കാനുള്ള വഴികൾ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അന്നത് ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ പവർ കട്ട്. ഇന്ന് വൈദ്യുതിയുടെ ലഭ്യത കുറവാണ്. അത് കേരളത്തിൻ്റെ പ്രശ്നമല്ല, അത് സെൻട്രൽ ഗ്രിഡിൽ നിന്നടക്കമുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഇതൊരു താൽക്കാലിക പ്രതിസന്ധിയാണ്. ഇതൊരു ഇരുണ്ട കാലമല്ല, ഇതൊരു താൽക്കാലിക നിയന്ത്രണമാണ്. മഴ പെയ്താൽ, കാലാവസ്ഥ മാറിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിൽ.